നമസ്കാരം. നമസ്കാരം. ഹോർമൂസ് കടലിടുക്ക് നമുക്കറിയാം, മൊത്തം ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇറാൻ അമേരിക്ക യുദ്ധത്തിന് ശേഷം കരാർ വന്നു. രണ്ട് പാർട്ടിക്കാരും ഔദ്യോഗികമായി ഡിജിറ്റലി സിഗ്നേച്ചർ ചെയ്തു കഴിഞ്ഞു. പക്ഷെ വീണ്ടും ഇറാൻ ഈ പറഞ്ഞ പോലെ ഹോർമൂസ് കടലിടുക്ക് അടച്ചു എന്നുള്ള വാർത്തകളാണ് ഇന്നലെ മുതൽ വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ പറയുന്നത് അവർ വെച്ച കരാറുകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ലെബനനെ ഇസ്രായേൽ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത്. അതും ട്രംപ് അതിന് സമ്മതിക്കുകയും ചെയ്തു. അവർ കരാറിൽ ഒപ്പിട്ട് വീണ്ടും ലെബനനെ ഇന്നലെ ലെബനൻ്റെ തലസ്ഥാനത്ത് പോയി കണ്ട് ഇസ്രായേൽ ആക്രമിച്ച വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ ആ കരാറിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. പക്ഷേ ഇറാൻ പറയുന്നത് ഹോർമൂസ് ഞങ്ങൾ വീണ്ടും അടച്ചിട്ടും എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആകെ തുകയായിട്ട് ഇന്ന് മനസ്സിലാകുന്നത് ഈ പറഞ്ഞ പോലെ കരാർ വെറും പേപ്പറിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ്. ഈ പ്രശ്നം ഇപ്പോഴും ഒരു പരിഹാരം ആകുന്നില്ല. പക്ഷേ മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് വന്ന് പെട്ടു, ഇനി എങ്ങനെയെങ്കിലും തടി കഴിച്ചിലാക്കുക എന്നുള്ള രീതിയായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം കരാറുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് സ്കൂട്ടായി അദ്ദേഹത്തിൻ്റെ ആർമികളെ പതിയെ പിൻവലിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഇറാൻ കരാർ ഇനി എവിടെ പോയിട്ടായിരിക്കും നിൽക്കുന്നത്? അതായത് ട്രംപിന് തോന്നുന്ന സമയത്തൊക്കെ യുദ്ധം ചെയ്യുക, അതേപോലെ ട്രംപിന് തോന്നിയ സമയത്ത് യുദ്ധം പിൻവലിക്കുക. ഇത് ട്രംപിൻ്റെ ഒരു ഭ്രാന്തൻ രീതിയാണ്. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വന്ന ശേഷം ലോകത്തുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഭ്രാന്തനാണെന്ന് അവിടുത്തെ നാട്ടുകാർക്ക് പോലും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അവിടെ തന്നെ ജനങ്ങൾ യുദ്ധവിരുദ്ധ റാലികൾ നടത്തുന്നു. അമേരിക്കയിൽ തന്നെ അദ്ദേഹത്തിന് നിലനിൽപ്പില്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അദ്ദേഹം ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കയറിക്കൊണ്ടാണ് ഖമനിയയെ കൊന്നത്, അതേപോലുള്ള ആളുകളെ കൊന്നത്. എന്നിട്ട് തിരിച്ചടി വന്നപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഇറാൻ്റെ മുന്നിൽ മുട്ടുകുത്തി ഈ കേസ് നമുക്ക് തീർത്ത് കളയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നത്. നമുക്കറിയാം, യുദ്ധത്തിൽ പെട്ടെന്ന് അവസാന ഘട്ടത്തിൽ അമേരിക്ക ഞങ്ങൾ തകർത്തു കളയും എന്ന് പറഞ്ഞിട്ട് ഇറാൻ്റെ പല പ്രധാന സ്ഥലങ്ങളിൽ ബോംബിട്ടെങ്കിലും ഇറാൻ അതേപോലെ തിരിച്ചടിച്ചതോട് കൂടിയിട്ട് പിന്നെ ഹോർമിസ് കടലിടുക്ക് പൂട്ടിയിട്ടതോട് കൂടിയിട്ട് അമേരിക്കയ്ക്ക് എല്ലാ ലോകരാജ്യങ്ങളിൽ നിന്നും തിരിച്ചടിയുണ്ടായി. മാത്രമല്ല, അദ്ദേഹത്തിന് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അദ്ദേഹം നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി കളിക്കുന്ന സമാധാന പ്രിയൻ എന്ന് വരുത്തിക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എന്നുവെച്ചാൽ ഈ അടിയിൽ നിന്ന് അവസാനം അദ്ദേഹം നേരെ ഇറാനുമായി ധാരണയായി. പക്ഷേ അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? നെതന്യാഹുവിനും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് 3 പാർട്ടി എഗ്രിമെൻ്റ് ആയിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ നെതന്യാഹുവിനോട് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് അദ്ദേഹം ലെബനനിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കരാർ ഉണ്ടാക്കിയത്. ലെബനനിൽ ഇസ്രായേൽ എന്ത് ചെയ്തു? അമേരിക്കൻ പ്രസിഡന്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് തിരിച്ചടിച്ചു. അവിടെ 42 പേരാണ് ഇന്നലെ മരിച്ചത്. അത് ഇസ്രായേലിൻ്റെ ആയുധശേഖരത്തിൻ്റെ ശക്തി കണ്ടാൽ നമുക്കറിയാം, അത്യാധുനിക ആയുധശേഖരമാണ് ഇസ്രായേലിന്. അത് അവർക്ക് ഏറ്റവും ന്യൂക്ലിയർ പവറുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഇപ്പോൾ ഇറാൻ്റെ ന്യൂക്ലിയർ പവർ നിർവീര്യമാക്കണമെന്ന് പറയുന്ന അമേരിക്കയും ഇസ്രായേലും അവരെ കൈവശം ന്യൂക്ലിയർ പവറുണ്ട്. അത് തൊടാൻ പാടില്ല. പക്ഷേ ഇറാൻ അത് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് നിലപാട്. അപ്പോൾ എന്തായാലും ഇറാൻ ഇതിനുവേണ്ടി വിട്ടുവീഴ്ച തയ്യാറാവുകയും ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ലെബനോനെ തൊടാൻ പാടില്ല. അത് വയലേറ്റ് ചെയ്തത് ഇസ്രായേലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹോർമിസ് കടലിടുക്ക് ഇപ്പോൾ പൂട്ടിയിടാൻ പോകുന്നത്. പൂട്ടിയിട്ട് എന്നാണ് വാർത്ത വന്നത്. നമുക്കറിയാം, ലോകത്തിലെ എണ്ണ വ്യാപാരവും ഗ്യാസും എല്ലാം നിയന്ത്രിക്കുന്നത് ഈ വഴിയിൽ കൂടിയാണ്. അത് യുദ്ധം ഉണ്ടായതിനു ശേഷം ഇന്ത്യയിൽ, കേരളത്തിൽ പോലും, നമ്മുടെ ഈ കൊച്ചിയിലും ഗ്രാമങ്ങളിൽ പോലും ഗ്യാസിന് വലിയ ബുദ്ധിമുട്ട്. എൻ്റെ വീട്ടിൽ പോലും കഴിഞ്ഞ 26-ാം തീയതി ഗ്യാസ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 15 ദിവസമായി ഗ്യാസ് കിട്ടിയിട്ടില്ല. അങ്ങനെ എല്ലാ തരത്തിലും ഗ്യാസിന് വലിയ ബുദ്ധിമുട്ട് ലോകത്തിലെല്ലായിടത്തും ഉണ്ടായി. നമ്മുടെ ഇന്ത്യയിൽ ഇതാണെങ്കിൽ ലോകത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഗ്യാസിന് കൂടെ പൈസ കൊടുത്ത് മേടിക്കാൻ പോലും തയ്യാറായി പോലും കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അപ്പോൾ ആ രൂപത്തിൽ ലോകത്തിൽ തന്നെ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടായി. അത് ഇന്ത്യയിലും ഉണ്ടായി, മറ്റു രാജ്യങ്ങളും ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പാകിസ്ഥാനും ഖത്തറും ചെയ്ത എന്തായാലും അവരോട് നമുക്ക് പല വിരോധങ്ങളുണ്ടെങ്കിലും പാകിസ്ഥാനോട് ഈ കാര്യത്തിൽ നമുക്ക് അവരോട് ഭയങ്കരമായുള്ള സപ്പോർട്ടാണുള്ളത്. അവർ നടത്തിയ ഈ ഒത്തുതീർപ്പ് ചർച്ച ഏകദേശം ഫലപ്രാപ്തി ആയി എന്ന് നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ ഇപ്പോൾ ലെബനനിൽ ക്രൂരമായിട്ടുള്ള രൂപത്തിൽ ആക്രമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നെതന്യാഹു ലോകത്തിലെ ഏറ്റവും ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനാണ് എന്ന് പറയാൻ പറ്റും. അദ്ദേഹത്തിന് മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനോ അവിടെയുള്ള നാശനഷ്ടം ഉണ്ടാക്കുന്നതിനോ കുട്ടികളെ അടക്കം കൊല്ലുന്നതിനോ ഒരു മടിയുമില്ല. തൻ്റെ രാജ്യം സംരക്ഷിക്കണം എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അതേപോലെ തൻ്റെ രാജ്യത്തിൽ ഏറ്റവും പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കണം, ന്യൂക്ലിയർ പവർ ഉണ്ടാവണം, ഞങ്ങളെ ആരും തൊടാൻ പാടില്ല, തിരിച്ച്
ആരെ വേണേൽ ആക്രമിക്കാം എന്നുള്ള നിലപാടാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഇന്ത്യ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇന്ത്യ നെതന്യാഹുവുമായി കൂടെ കൂടുന്നു എന്ന് പറയുന്നത് നമുക്ക് ലജ്ജാകരമായ കാര്യമായിട്ട് പറയാൻ പറ്റും. നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ കാര്യം നമ്മൾ എന്നും ഇന്ത്യ എടുത്തിരുന്ന നിലപാടെന്ന് പറഞ്ഞാൽ ചേരി ചേരാ പ്രശ്നം, അതായത് നോൺ അലൈൻമെന്റൽ മൂവ്മെന്റ് ആണ് ഇന്ത്യക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. പക്ഷെ അക്കാലത്തും ഇന്ത്യ കൃത്യമായ നിലപാട് ഇന്ത്യ ഫലസ്തീൻ്റെ കൂടെയാണ്, സിറിയയുടെ കൂടെയാണ് എന്നുള്ള കാര്യം ഇന്ത്യ വ്യക്തമായി പറഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു സമവാക്യം മാറിയുന്നത് ഈ പറയപ്പെട്ട പോലെ 2014 ശേഷം മോദി ഭരണത്തിൽ വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ ഇസ്രായേലുമായിട്ട് കുറച്ച് കൂടുതൽ ബന്ധം പുലർത്തുന്നതൊക്കെ. പക്ഷെ മറുവശത്ത് ഈ പറഞ്ഞ പോലെ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ നമുക്കറിയാം യുദ്ധത്തിൻ്റെ സമയത്ത് അമേരിക്ക മറ്റേ നാറ്റോ സഖ്യങ്ങളോട് പറഞ്ഞത് എല്ലാവരും യുദ്ധത്തിൽ പങ്കുചേരണം എന്നാണ് പറഞ്ഞത്. അപ്പം നാറ്റോ കൊടുത്തൊരു നിങ്ങളുണ്ടാക്കിയ യുദ്ധമാണ്, അതിൽ ഞങ്ങളാരും പങ്കുചേരില്ല എന്ന്. നമുക്കറിയാം നാറ്റോ കക്ഷികളിൽ അമേരിക്കയും അംഗമാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ 27ഓളം രാജ്യങ്ങൾ വരുന്ന ഒരു കൂട്ടായ്മയാണ് നാറ്റോ. അതിൽ അമേരിക്കയും രാജ്യമാണ്, ബന്ധമാണ്. അപ്പം ഈ പറയപ്പെട്ട പോലെ അമേരിക്ക യുദ്ധത്തിന് വരുമ്പോൾ അവരെ വിളിച്ചിട്ട് അവരാരും വരുന്നില്ല. നിങ്ങൾ തുടങ്ങിയ യുദ്ധമാണ്, ഞങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല, നിങ്ങൾ തുടങ്ങിയ യുദ്ധം നിങ്ങളായിട്ട് അവസാനിപ്പിച്ചോളൂ, ഞങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് നാറ്റോ രാജ്യങ്ങൾ എന്ന് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇനി എൻ്റെ കാല് നക്കാൻ വരും, അപ്പം ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് അന്ന് പറഞ്ഞത്. ഇനി മാത്രമല്ല, ഇപ്പം മിഞ്ഞാന്നത്തെ പരിപാടിയിൽ G7 ഉച്ചകോടിയുടെ ഭാഗമായിട്ട് ഇറ്റാലിയൻ പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ ട്രംപിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതും, ട്രംപിൻ്റെ എന്താ പറയുക കരഞ്ഞ് കേണ് പിന്നാലെ നടന്നു എന്നുള്ളതും, അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇറ്റാലിയൻ പ്രസിഡന്റിന് ഫോട്ടോ എടുക്കാൻ കൊടുത്തു എന്നുള്ളതും പറയും. അതിന് മറുപടിയായിട്ട് ഇറ്റാലിയൻ പ്രസിഡന്റ് രംഗത്ത് വരുന്നതെല്ലാം നമ്മൾ കണ്ടു. അപ്പം അത്തരത്തിൽ നമുക്കറിയാം എല്ലാ കാലത്തും ഒരു റൈറ്റ് ഐഡിയോളജി കീപ്പ് ചെയ്യുന്ന രാജ്യമാണ് മെലോണി. ആ മെലോണി തന്നെയാണ് ഈ ട്രംപിനെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നത്. രണ്ടുപേരും ഒരേ റൈറ്റ് ഐഡിയോളജിക്കാരാണ്, പക്ഷെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുപോരിലാണ് ഇപ്പോൾ. അതായത് ഇദ്ദേഹം ഒരു ഭ്രാന്തനാണെന്ന് പറഞ്ഞല്ലോ. എന്ത് പറയുന്നു, എവിടെ പറയുന്നു, എങ്ങനെ പറയുന്നു എന്നും അദ്ദേഹത്തിന് ഇതില്ല. അദ്ദേഹത്തിന് തോന്നുന്നു വെട്ടി തുറന്ന് പറയുന്നു, ഉടനെ പ്രവർത്തിക്കുന്നു, പിന്നെ അത് മാറ്റി പറയുന്നു, അദ്ദേഹം തന്നെ പിൻവലിക്കുന്നു. അടി കിട്ടുമ്പോൾ ഇപ്പോൾ ഏറ്റവും അധികം ലോകത്തിൽ തിരിച്ചടി കിട്ടിയിട്ടുള്ള നേതാവ് ആരാണെന്ന് വെച്ചാൽ, രാഷ്ട്രത്തലവൻ ആലോചിച്ചാൽ അത് ട്രംപാണ്. ട്രംപ് ചെയ്തു കൂട്ടിയിട്ടുള്ള പാപകർമ്മങ്ങൾ അദ്ദേഹത്തിന് ഇപ്പം തോന്നുകയാണ് ഇന്ത്യനെ തെറ്റാം, അല്ലെ അതുകൊണ്ട് വ്യാപാര കരാർ വേണ്ട, ഇവിടെ ടാക്സ് കൂട്ടാം. അപ്പോൾ ടാക്സ് കൂട്ടിയിടുന്നു, അവിടെ തീരുവ കൂട്ടുന്നു. അതേപോലെ ചൈനയുമായി ഇതായപ്പോഴാണ് ചൈന തിരിച്ചടിച്ചപ്പോഴാണ് ചൈനയും അതേപോലെ തീരുവ കൂട്ടിയപ്പം അമേരിക്കയെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇതേപോലെ ലോകരാജ്യങ്ങളെല്ലാം കൂടെ നിന്നാൽ ഒറ്റയടിക്ക് അമേരിക്ക ഇല്ലാതായി തീരും. അമേരിക്കയുടെ ശക്തി ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വിലയില്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പരിഹാസ്യ കഥാപാത്രം ഇന്ന് ട്രംപ് മാത്രമാണ്. കാരണം ട്രംപിൻ്റെ വാക്കുകളും പ്രവൃത്തിയാണ് ഇതിന് കാരണം. അദ്ദേഹത്തിന് നേരത്തെ ഇസ്രായേലിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഒരു കാരണവശാലും ഇറാനെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ രൂപത്തിൽ നിന്നിരുന്നെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാമായിരുന്നു. പകരം ഹമാസിനെ തകർക്കാൻ വേണ്ടി ആ രാജ്യത്ത്, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ തകർത്ത് തരിപ്പണമാക്കി. അവിടുത്തെ കുട്ടികളെ അടക്കം 10,000 കുട്ടികളെയാണ് കൊന്നൊടുക്കിയത്. ഒരിക്കലും തീരാത്ത ഈ പാപകർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷം അതിന് കൂട്ടുനിന്ന ആളാണ് ആര്? ട്രംപ്. ഇപ്പോൾ ഇറാനോട് ഏറ്റുമുട്ടിയോട് കൂടിയിട്ടാണ് കളി മാറിയത്. ഇറാൻ തിരിച്ചടിച്ചു, അവർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവസാനം കാല് പിടിച്ച അവസാനം ഒരു കരാർ അങ്ങോട്ട് കൊടുത്തു. എല്ലാം $30,000 കോടി ഇറാന് കൊടുത്തു. അങ്ങനെയാണ് ഒത്തുതീർപ്പാക്കിയത്. ഇനിയിപ്പോൾ ഇസ്രയേലിലെ ഈ ലെബനാൻ കയറി അടിച്ചപ്പം ട്രംപ് ശരിക്കും വരണ്ടുപോയി സത്യത്തിൽ. കാരണം ഇസ്രയേൽ പറയുകയാണ് ഞങ്ങൾ ചതിയനാണ് അമേരിക്ക, ട്രംപ് ചതിയനാണെന്നപ്പം ഇപ്പോൾ ഇസ്രയേൽ പറയുന്നത്. സ്വന്തം കൂട്ടുകാരൻ തന്നെ. ഇസ്രയേലിനെ ഇനി എങ്ങനെ ആര് നിയന്ത്രിക്കും? ട്രംപ് പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ എല്ലാ രാജ്യങ്ങളോട് കയറി ഇസ്രയേലിനെ അടിക്കുക എന്നുള്ളതായിരിക്കും വരാൻ പോകുന്നത്. കാരണം ഒരു രാജ്യത്തിൻ്റെ മറ്റു രാജ്യങ്ങളോട് കാണിക്കേണ്ട നീതി നിയമമുണ്ട്. അതെല്ലാം വിട്ട് ഞങ്ങൾ ലോകരാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ശക്തിയാണ്, ഞങ്ങളുടെ ആരും തൊടാൻ വേണ്ട, ഞങ്ങൾ തിരിച്ചടിക്കും, ആരെയും എപ്പോഴും ആക്രമിക്കും എന്നുള്ള നിലപാട് വന്നാൽ ഈ രാജ്യങ്ങൾക്ക് എങ്ങനെ ഒരു നിലനിൽപ്പുണ്ടാകും? ശരിക്കും ഇറാനോട് കാണിച്ച അനീതി ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പരസ്പരം കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് എല്ലാ ലോകത്തിലാണ്. അപ്പോൾ തിരിച്ചടി കിട്ടുമ്പം പിന്നെ അവസാനം വാവ് തുറന്ന് ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ട്രംപിന്. എന്തായാലും ഇപ്പോൾ ഇസ്രയേലിലെ തിരിച്ചടി ഏറ്റവും ബാധിച്ചിരിക്കുന്നത് ഇറാനെയല്ല, അമേരിക്കയ്ക്കാണ്. അമേരിക്ക തന്നെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാല് പിടിച്ചിട്ട് അവസാനം അവിടെ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും, ആക്രമണം അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം.